നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട്ട് ബിജെപിയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി. 8ഓളം ബിജെപി കൌൺസിലർമാർക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് താൻ പരാതി നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സി കൃഷ്ണകുമാർ. SYS മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ സ്വീകരണം. പൌരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ മനുഷ്യപക്ഷത്തു നിന്ന് നേരിടണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അസ്വസ്ഥ മനസ്സുകളെ യോജിപ്പിക്കുന്നതിൽ മാനവ സഞ്ചാരത്തിന് വലിയ പങ്കുവഹിക്കാൻ കഴിയും. സാന്ത്വനത്തിന്റെ SYS പ്രവർത്തനം ചൂരൽമലയിൽ താൻ നേരിട്ട് മനസ്സിലാക്കിയതാണെന്നും മന്ത്രി. മണ്ണൂർ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിൽ അപാകതയാരോപിച്ച് കോൺഗ്രസ്. വാർഡ് വിഭജനത്തിൽ നടന്നത് LDF BJP ഡീൽ. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിശ്ചയിച്ചതിൽ വലിയ പാളിച്ചയെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. തൃശൂർ ആമ്പക്കാട് പള്ളി പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്ത യുവാവ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പോലീസിനെ തടഞ്ഞതിനും ആക്രമിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ 4 പേർക്ക് പരിക്ക്. നടപടി സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതിനെന്ന് പോലീസ്. ദേശമംഗലത്ത് വർക്ക്ഷോപ്പിൽ കവർച്ച. വാഹനഭാഗങ്ങൾ ഊരിയെടുത്ത നിലയിൽ. ഞായറാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണി. 7 ലക്ഷം ലിറ്റർ പാൽ പുറത്തുനിന്ന് വാങ്ങിയാണ് മിൽമ ഇപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതെന്നും KS മണി. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനാഘോഷം 26-ന് പാലക്കാട്ട്. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ K നായർ സ്മാരക നാടകോത്സവം തുടരുന്നു. 3ാം ദിനത്തിൽ പ്രേക്ഷക പ്രശംസ നേടി കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം. നാളെ കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. വാർത്തകൾ വിശദമായി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്നും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ചത് തിരിച്ചടിയായെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. തോൽവിയുടെ കുറ്റം നഗരസഭയ്ക്ക് മേൽ കെട്ടിവെക്കാനാണ് ശ്രമമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. തോൽവിക്ക് കാരണം നഗരസഭയിലെ 8ഓളം കൌൺസിലർമാർ നിരുത്തരവാദപരമായി പെരുമാറിയതാണെന്നും വോട്ട് മറച്ചുവെന്നും കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച പാലക്കാട്ടെ പരാജയത്തിന് കാരണമായെന്ന് പ്രമീള ശശിധരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ നന്നാകുമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെ C കൃഷ്ണകുമാറിനെ മാറ്റാറായില്ലേ എന്ന് പൊതുജനം ചോദിച്ച സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി മാറ്റം ആവശ്യപ്പെട്ടതെന്നും പ്രമീള ശശിധരൻ വ്യക്തമാക്കി. സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. അപ്പൊ നമ്മളോട് അഭിപ്രായം ചോദിക്കില്ലല്ലോ, അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരം. മാറ്റേണ്ടതൊക്കെ സംസ്ഥാനമോ കേന്ദ്രമോ ഇവരൊക്കെയാണ്. അതേസമയം BJP ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് മറച്ചെന്ന ആരോപണം പ്രമീള ശശിധരൻ തള്ളിക്കളഞ്ഞു. RSSലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാൾക്കും വോട്ട് മറിക്കാൻ കഴിയില്ല. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനമാണ് തീരുമാനിക്കുന്നത്. അതാണ് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായത്. തൻ്റെ വാർഡിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും നഗരഭരണത്തിൽ പാളിച്ചയില്ലെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ സംസ്ഥാന കേന്ദ്ര നേതൃത്വം അംഗീകരിക്കാൻ പാടില്ല. സംസ്ഥാനത്തോ ജില്ലയിലോ ഒരു വിഷയമുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം പരിശോധിക്കണം. അത് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാതി ഉയർന്നിരുന്നു. ഇതിനെ മറികടക്കാനുള്ള പ്രചരണമാണ് നടത്തിയത്. C കൃഷ്ണകുമാറിനായി ഒറ്റക്കെട്ടായി നിന്നു. BJP ജയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി പ്രചരണം നടത്തിയെങ്കിലും ജനവിധി എതിരായെന്ന് പ്രമീള ചൂണ്ടിക്കാട്ടി. ഒരേ ആൾ തന്നെ ആവർത്തിച്ച് സ്ഥാനാർത്ഥിയായത് പ്രതിസന്ധിയായി. C കൃഷ്ണകുമാറിന് സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ല. തോൽവിയുടെ പശ്ചാത്തലത്തിൽ C കൃഷ്ണകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി രാജിവെക്കുമോ എന്നും തനിക്കറിയില്ല. കേന്ദ്ര സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല. നഗരഭരണത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന ജില്ലാ നേതൃത്വമാണ് ഇടപെടേണ്ടത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട്ടുകാരനാണ്. പിഴവുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കേണ്ടത് നേതൃത്വമാണ്. ജില്ലാ നേതൃത്വത്തോട് ആലോചിച്ചാണ് നഗരസഭ ഭരണം മുന്നോട്ടു പോകുന്നത്.
തോൽവിയുടെ കാരണം നഗരസഭയുടെ മേൽ കെട്ടിവെക്കുകയാണ്. ജില്ലാ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള നഗരഭരണത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും പ്രമീള ശശിധരൻ ചൂണ്ടിക്കാട്ടി. എവിടുന്നാണോ വോട്ട് കമ്മിയായിട്ട് നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു. അടിസ്ഥാന വോട്ടുകളിൽ വലിയ പാളിച്ചകൾ വന്നിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ പാളിച്ചകൾ തന്നെയാവാൻ സാധ്യത. അത് തന്നെയാണ്. ഇപ്പൊ ചെയർപേഴ്സന്റെ വാർഡിൽ നിന്ന് ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടില്ല. എന്റെ വാർഡില് വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് 19, 20, 21, 22 BJP NDAക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ. സ്ഥാനാർത്ഥിയുടെ വാർഡ് കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യുക. അതൊക്കെ ജനവിധി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി പാലക്കാട്ട് BJPയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. കൗൺസിലർമാർക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് താൻ പരാതി നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന C. കൃഷ്ണകുമാർ പറഞ്ഞു. ചെയർപേഴ്സന്റെ പ്രതികരണത്തിന് പിറകെയാണ് കൃഷ്ണകുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ചെയർപേഴ്സന്റെ പ്രതികരണം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് C. കൃഷ്ണകുമാർ പ്രതികരിച്ചു. തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിച്ചത്. പരാജയം സംബന്ധിച്ച് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ചെയർപേഴ്സൺ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ വിലയിരുത്താനും പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചല്ലോ. ശ്രീ മോദിജിയും അമിത്ഷാജിയും നഡ്ഡാജിയും അടക്കമുള്ള BJPയുടെ പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത്. അവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാനാണോ തിരുത്തേണ്ടത്? അല്ല, പാർട്ടി സംവിധാനമുണ്ട്. അത് അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സംവിധാനമുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലം കമ്മിറ്റി വിമർശനം ഉന്നയിച്ചത് അറിഞ്ഞിട്ടില്ല. ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാണ് ഇവിടം വരെ എത്തിയത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ ഭാഗത്ത് പോരായ്മയും അരുതായ്മയും ഉണ്ടായി എന്ന് ആര് പറഞ്ഞാലും തിരുത്തും. പാർട്ടി അച്ചടക്കം പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാർട്ടി ചൂണ്ടിക്കാണിച്ചാൽ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി, ഞാൻ ആ ദൗത്യം നല്ല രീതിയിൽ നിർവഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പാർട്ടി വിലയിരുത്തിയിട്ട് പറയുകയാണ് കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങളിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണകുമാർ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചാൽ അപാകതയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അപാകത കുറവുകൾ കൃഷ്ണകുമാറിലുണ്ടെന്ന് പാർട്ടി കണ്ടെത്തി അത് തിരുത്താൻ ആവശ്യപ്പെട്ട ഞാൻ ബൂത്തിൽ നിന്ന് വളർന്നു വന്ന പ്രവർത്തകനാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ സ്വീകരണം നൽകി. വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക നഗരിയിൽ മാനവ സഞ്ചാരത്തെ വരവേറ്റത്. പൗരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നേരിടേണ്ടതുണ്ടെന്ന് മാനവ സംഗമം ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും വിവിധ മതങ്ങളിൽ വിശ്വസിക്കുമ്പോഴും മനുഷ്യൻ എന്ന ആശയത്തിലും ബന്ധത്തിലും ചേർന്നു നിൽക്കാൻ സാധിക്കണം. ചൂരൽമലയിലെ ദുരന്തമുഖത്ത് നാം മനുഷ്യരെയാണ് കണ്ടതെന്നും തകർന്നടിഞ്ഞ വീടിനകത്തു നിന്നും ലഭിച്ച ആഭരണങ്ങൾ ഉടമയ്ക്ക് ഏൽപ്പിക്കാൻ മനസ്സുകാട്ടുന്നവരുടെ നാടാണ് നമ്മുടേതെന്നും മന്ത്രി പറഞ്ഞു. അസ്വസ്ഥ മനസ്സുകളെ യോജിപ്പിക്കുന്നതിൽ ഈ യാത്രയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. സാന്ത്വന പ്രവർത്തന രംഗത്ത് SYSന്റെ പ്രവർത്തനം ചൂരൽമലയിൽ താൻ നേരിട്ട് മനസ്സിലാക്കിയതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചൂരൽമലയിലെ മഹാദുരന്തം കഴിഞ്ഞ് 115 ദിവസം നാം പിന്നിടുകയാണ്. 251 പേർ മരണപ്പെട്ട 47 മനുഷ്യജീവിതങ്ങൾ ഇനിയും കണ്ടെത്താൻ ബാക്കി നിൽക്കുന്ന ഒരുപക്ഷേ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയപ്പോൾ കരുതൽ കൊണ്ടും കരുത്തുകൊണ്ടും മലയാളി, ലോകത്തു മലയാളിയെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്ന ഒരു വലിയ കേരള മോഡൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആ മഹത്തായ പ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ, മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താൻ, കണ്ണീര് തുടയ്ക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ മലയാളം ഒരുമിച്ചു നിന്നപ്പോൾ SYSും അതിൻ്റെ വളണ്ടിയർമാരും അവരുടെ പങ്ക് നിർവഹിച്ചു എന്നുള്ളത് സന്തോഷപൂർവ്വം എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറയാറുണ്ട്. ഈ പാലം നിർമ്മിച്ചതിന് ശേഷം അവിടെ ആകെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ SYSന്റെ ഒരു വളണ്ടിയർ ഓടി എൻ്റെ മുമ്പിലെത്തി. ഞാൻ മന്ത്രി എന്ന നിലയിൽ അവിടെയുണ്ട്. ആ വീടിൻ്റെ അടുക്കളയെന്ന് കരുതുന്ന കിടപ്പുമുറിയോട് ചേർന്നുള്ള സ്ഥലത്ത് ശേഷിക്കുന്ന ഒരു കട്ടിൽ മാറ്റിയെടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സ്വർണത്തിൻ്റെ വളയും ഇത്തിരി പണവും കൂടി
അവിടെ മരണപ്പെട്ടുപോയി ആരുടെയോ ആണ് എന്ന് കാണിച്ചെൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തന്നപ്പോൾ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും സത്യസന്ധതയ്ക്കും ഇനിയും മലയാളത്തിന്റെ മണ്ണിൽ ഇടമുണ്ട് എന്ന് നാം തിരിച്ചറിയുകയായിരുന്നു. തൃശൂർ നഗരത്തിൽ നടന്ന സൗഹൃദ നടത്തത്തിൽ ഒട്ടേറെ പേർ അണിചേർന്നു. ചരാചരവും ഈ തോണിയിലൊന്നിച്ചേരാം, ഒന്നായി തുഴഞ്ഞക്കര ചെന്നിട്ട് സ്നേഹക്കുട നിവർത്താം, ഈ സ്നേഹക്കുട നിവർത്താം. സംരംഭകരുമായി ഹയാത്ത് റേജൻസിയിലും യുവജന പ്രസ്ഥാന നേതാക്കളുമായി ശോഭ സിറ്റിയിലെ ക്ലബ് ഹൗസിലും കൂടിക്കാഴ്ച നടത്തി. ടേബിൾ ടോക്ക്, മാധ്യമ വിരുന്ന്, സ്ഥാപന സന്ദർശനം, പ്രാസ്ഥാനിക സംഗമം തുടങ്ങിയവയും നടന്നു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. യാത്രാനായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സംഗമത്തെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മോഡൽ ആവർത്തിക്കാതിരിക്കാനും BJPയുടെ വിദ്വേഷ പ്രചരണങ്ങളെ തടയാനുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI UDFനെ പിന്തുണച്ചതെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം. RSS CPM ഡീൽ തിരിച്ചറിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ SDPI വിവിധ രീതിയിൽ പ്രചരണം ആരംഭിച്ചിരുന്നുവെന്നും ഷഹീർ ചാലിപ്പുറം പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കും വിധമാണ് CPM മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയതെന്ന് ഷഹീർ ചാലിപ്പുറം പറഞ്ഞു. UDFന് വോട്ട് ചെയ്യണമെന്ന ജമാഅത്തിന്റെ നോട്ടീസിൽ തിരുത്തൽ വരുത്തി LDF എന്നാക്കി പ്രചരണം നടത്തി. തൃശൂർ മോഡൽ ആവർത്തിക്കാൻ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന സാധ്യത മുൻകൂട്ടി കണ്ടാണ് SDPI പ്രചരണം നടത്തിയത്. രീതിയിലുള്ള വിദ്വേഷ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയുണ്ട്. ഈ കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഏത് വിധേനയും BJPയെ കേരള നിയമസഭയിലേക്ക് പാലക്കാട് നിന്നൊരു ജനപ്രതിനിധിയെ എത്തിക്കുന്നത് നമ്മുടെ നാടിന് ദോഷകരമാണ് എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ ഇവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു, അവർ നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. സിറാജിലും സുപ്രഭാതത്തിലും പ്രത്യേക തരത്തിൽ പരസ്യം നൽകിയത് തന്നെ മതേതര പാർട്ടിയായ CPMന്റെ അപജയമാണ്. RSSനെയും BJPയെയും എതിർക്കുക എന്ന നയത്തിലാണ് SDPI പ്രവർത്തിക്കുന്നത്. ഈ നയത്തിന്റെ ഭാഗമായാണ് നേമത്ത് CPMനെ സഹായിച്ചത്. പാലക്കാട്ട് തൃശൂർ ഡീൽ പൊളിഞ്ഞത് SDPIയുടെ പ്രചരണം കൊണ്ടാണെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു. SDPI ജില്ലാ കമ്മിറ്റി അംഗം AY കുഞ്ഞുമുഹമ്മദ്, മീഡിയ കോർഡിനേറ്റർ ഹംസ ചളവറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള പരസ്പര ധാരണയുടെ ഭാഗമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് മണ്ണൂർ മണ്ഡലം കമ്മിറ്റി. പഞ്ചായത്തിലെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിശ്ചയിച്ചതിലും ഏറെ അപാകതകളുണ്ടെന്ന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡിലിമിറ്റേഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് അപ്പീൽ നൽകുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിൽ ഏറെ അപാകതകളുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഡിലിമിറ്റേഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും അപ്പീൽ നൽകുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരു അക്കൗണ്ടുകൾ ഇപ്പൊ ഉണ്ട് എങ്കിലും കൂടുതലായ അക്കൗണ്ട് തുറക്കാനും അതേപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ പിന്നിലാക്കാനുമുള്ള തരത്തിലുള്ള ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പാലക്കാട് സംഭവിച്ച പോലെ തന്നെ CJP എന്നുള്ള ആ ഒരു ഹെഡിങ് ആണ് നമ്മൾ മണ്ണൂർ പഞ്ചായത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ധ്രുവീകരണം എന്ന് പറഞ്ഞത് CJP എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ഒരു അലയൻസിന്റെ ഒരു ഭാഗമാണ് ഈ വാർഡ് വിഭജനത്തിൽ എല്ലാ ഭാഗങ്ങളിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് PK അശുജിത്ത്, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീദത്ത്, M ശിവപ്രകാശ്, PA സക്കറിയ, അബൂബക്കർ സിദ്ദിഖ്, VK സത്യകുമാർ, PC കനകരാജ്, P പ്രശാന്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂരിൽ മദ്യലഹരിയിൽ അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റം. മകൻ അച്ഛനെ വെട്ടി. ഗുരുവായൂർ നെന്മിനി പുതുക്കോട് വീട്ടിൽ 60 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രിയാണ് സംഭവം. മകൻ സുഭാഷുമായി വാക്കുതർക്കത്തിനിടെ ഉണ്ണികൃഷ്ണന്റെ തലയ്ക്ക് പിറകിൽ വെട്ടേൽക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണനെ ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. മകൻ സുഭാഷുമായി വാക്കുതർക്കത്തിനിടെയാണ് ഉണ്ണികൃഷ്ണന് തലയ്ക്ക് പിറകിൽ വെട്ടേറ്റത്. മദ്യലഹരിയിലായിരുന്നു ഇരുവരും.
വെട്ടേറ്റ ഉണ്ണികൃഷ്ണനെ ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 18ാമത് പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം. ഹേമന്ത്കുമാർ രചന നിർവഹിച്ച നാടകം രാജേഷ് ഇരുളമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 18ാമത് ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിന്റെ 3ാം ദിനത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം. ഓൾഡ് ജനറേഷൻ ചിലപ്പോഴൊക്കെ ന്യൂ ജനറേഷനേക്കാൾ ടെററാണെന്ന ടാഗ്ലൈനിൽ അരങ്ങിലെത്തിയ നാടകം തുടക്കം മുതൽ അവസാനം വരെ ഓരോ കാണിയുടെയും ഉള്ളു നിറച്ചാണ് മുന്നേറുന്നത്. കണ്ടിട്ടൊരു പോലീസ് ഉണ്ടല്ലാണ്, ഞാൻ മലയാളിയാണെന്നും കോഴിക്കോട്ടുകാരനാണെന്നും. പാട്രിയാർക്കിയുടെ കുരുക്കിൽ പെട്ടുപോകുന്ന സ്ത്രീകളുടെ അതിജീവനമാണ് വെളിച്ചത്തിന്റെ പ്രമേയം. വിവാഹ ജീവിതത്തിൽ കൃത്യമായ അഭിപ്രായം പറയാൻ സാധിക്കാതെ നിസ്സഹായായി മാറുന്ന സ്ത്രീകളെ തിരശ്ശീലയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനൊപ്പം അന്ധതയിൽ ജീവിക്കുന്ന സ്ത്രീകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നതോടെ തിരശ്ശീലയിൽ തെളിഞ്ഞ വെളിച്ചം ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നിറഞ്ഞ വെളിച്ചം കൂടിയായി മാറുന്നു. രംഗസജ്ജീകരണവും അഭിനയിച്ചവരുടെ പ്രകടനങ്ങളുമൊക്കെ വെളിച്ചമെന്ന നാടകത്തെ കൂടുതൽ മികവുറ്റതാക്കി. ഹേമന്ത് കുമാർ രചന നിർവഹിച്ചിരിക്കുന്ന നാടകം രാജേഷ് ഇരുളമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നാടകോത്സവത്തിന്റെ 4ാം ദിനമായ ചൊവ്വാഴ്ച കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം അരങ്ങിലെത്തും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ടി ബി റോഡ് റീടാറിംഗിൽ നേരിടുന്ന അനിശ്ചിതത്വം അവസാനിപ്പിച്ച് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പട്ടാമ്പി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബഷീർ പാലത്തിങ്ങൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. പാതയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും പരിഹാരം കാണേണ്ട അധികൃതരും ജനപ്രതിനിധികളും ദിനംപ്രതി യാത്ര ചെയ്യുന്ന പ്രധാന റോഡ് കൂടിയായിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുന്നത് അംഗീകരിച്ച് നൽകാനാവില്ലെന്നും റോഡ് തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബഷീർ പാലത്തിങ്ങൽ പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി ഹമീദ് കെ പി മുഖ്യപ്രഭാഷണം നടത്തി. റിയാസ് വി ഷാഫി, യാസിൻ മിസ്ഹബ്, സോലിഹ് കെ പി, അഫ്സൽ കെ പി തുടങ്ങിയവർ പ്രക്ഷോഭ ധർണയ്ക്ക് നേതൃത്വം നൽകി. വില്ലേജ് ഓഫീസ്, താലൂക്ക് സപ്ലൈകോ ഓഫീസ്, ഇങ്ങനെ നിരവധിയായ ഓഫീസുകൾ ിലേക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് പട്ടാമ്പി ടി ബി റോഡ് എന്ന് പറയുന്നത്. ഈ റോഡ് തകർന്നു കിടന്നിട്ട് 5 വർഷത്തിലധികമായി. ഇതുവരെയും ഇതിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ അധികാരികളോ അധികൃതരോ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാവിധ ഗ്രാമീണ റോഡുകളും വളരെ വേഗത്തിൽ അതിൻ്റെ പണി പുരോഗമിക്കുമ്പോൾ തന്നെ പട്ടാമ്പിയിലെ ടി ബി റോഡിൻ്റെ അനിശ്ചിതമായിട്ടുള്ള ഈ നീണ്ടുപോക്ക് അധികാരികളുടെയും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെയും അനാസ്ഥയാണ്. അത് അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിരവധിയായ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഹോസ്പിറ്റലിലെ ആംബുലൻസ് പല സന്ദർഭങ്ങളിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസിലെ രോഗികൾ ഈ കുണ്ടും കുഴിയിലും വീണ് സ്ട്രക്ചറിൽ നിന്ന് തന്നെ താഴേക്ക് വീണ അവസ്ഥയുണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്ത യുവാവ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പുഴയ്ക്കൽ സ്വദേശി അബിത്താണ് ജീപ്പിൽ കയറി നൃത്തം ചെയ്തത്. അബിത്തിന്റെ സഹോദരൻ അജിത്ത്, ചിറ്റാട്ടുകര സ്വദേശി ധനൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. ആമ്പക്കാട് പള്ളി പെരുന്നാളിനിടെ അബിത്ത് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്യുകയായിരുന്നു. പോലീസിനെ തടഞ്ഞതിനും ആക്രമിച്ചതിനുമായി ഇവർക്കെതിരെ കേസെടുത്തു.
സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പെരുന്നാളിനിടയിൽ സമാധാനാന്തരീക്ഷം കലക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചതിനാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൊതുസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി ദേശീയ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന നാഷണൽ സെമിനാറിന് തുടക്കമായി. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. Kerala being a center of Ayurveda with specific schools, specific treatment, we have got a very unique position in Ayurveda world and the whole globe. And Ayurveda, we should say that this is a medical system which saved the civilization. This National Institute of Panchakarma is celebrated more of its 50 years, 2 years back. And this institute has contributed a lot in terms of patient care and also research. ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടെ വസ്തിയുടെ ഫലപ്രാപ്തിയെ കൂടുതൽ അറിയാൻ സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഡയറക്ടർ ഡോക്ടർ രബിനാരായണൻ ആചാര്യ അധ്യക്ഷനായി. CCRIS ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ശ്രീകാന്ത് വിശിഷ്ടാതിഥിയായി. കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ ലോഗോ പ്രകാശനവും ആദരിക്കൽ ചടങ്ങും നടന്നു. ചടങ്ങിൽ സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ, ഡോക്ടർ സുദേശ് എൻ ഗൈതാനി, ഡോക്ടർ VC ദീപ്, ഡോക്ടർ എൻ തമിഴ്ശെൽവം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ ഡോക്ടർ അശ്വിനി കുമാർ, ഡോക്ടർ കൃഷ്ണയ്യ നമാനി, ഡോക്ടർ AK മനോജ് കുമാർ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, പാർക്കിൻസ് ഡിസീസ് തുടങ്ങിയ വാതരോഗങ്ങളെ സന്ദർഭാനുസരണ വസ്തികൾ ചെയ്ത് നല്ല ഫലങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് പ്രബന്ധാവതാരകർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാരിന് സമർപ്പിച്ചതായി മിൽമ ചെയർമാൻ KS മണി. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനാഘോഷം നവംബർ 26-ന് പാലക്കാട്ട് സംഘടിപ്പിക്കുമെന്നും KS മണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ 10 കോടി ജനങ്ങളുടെ ജീവിതോപാധിയാണ് ക്ഷീരമേഖല. ലോകത്ത് തന്നെ 25% പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയത് ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ആനന്ദ് മാതൃകയിലൂടെയാണ്. ആനന്ദ് മാതൃകയുടെ ചൂടുപിടിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ചെലവ് വരുന്ന ക്ഷീരമേഖലയിൽ കർഷകർക്ക് താങ്ങാവുന്ന വിവിധ പദ്ധതികൾ മിൽമ നടപ്പിലാക്കിയിട്ടുണ്ട്. ഊർജ്ജ സംരക്ഷണം, ഉരുക്കളുടെ ആരോഗ്യപരിപാലനം, ഉൽപ്പന്ന നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിൽ നേടിയ നേട്ടങ്ങൾക്ക് നിരവധി അവാർഡുകൾ ലഭിച്ചു. വിദേശ വിപണിയെ ലക്ഷ്യം വെച്ച് ഗുണനിലവാരത്തിലും പാക്കിങ്ങിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലാഭവിഹിതം കർഷകർക്ക് നൽകിയത് മിൽമയാണ്. 7 ലക്ഷം ലിറ്റർ പാൽ പുറത്തുനിന്ന് വാങ്ങിയാണ് മിൽമ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനൊപ്പം പാൽപ്പൊടി നിർമ്മാണം, പശുക്കൾക്കുള്ള ഇൻഷുറൻസ് തുടങ്ങി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും KS മണി പറഞ്ഞു. ദേശീയ തലത്തിൽ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നോക്കിയാൽ ഉൽപാദനക്ഷമതയിൽ നമ്മൾ 2ാം സ്ഥാനമാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ 10 ലിറ്റർ 10.4 ലിറ്റർ എന്ന് പറഞ്ഞ് 2ാം സ്ഥാനമാണ്. ഞാൻ ഈ പറഞ്ഞ ഏറ്റവും മികച്ച പാൽവര കൊടുക്കുന്ന സംസ്ഥാനം നമ്മളുടെയാണ്. അറ്റലാഭത്തിന്റെ 98% കർഷകരെ സഹായിക്കാൻ പോകുന്ന സംസ്ഥാനം നമ്മളുടെയാണ്. രാജ്യത്ത് 2.5 ലക്ഷം പ്രാഥമിക ക്ഷീര സംഘങ്ങളിൽ ഏറ്റവും മികച്ച ക്ഷീര സംഘങ്ങളായിട്ട് കഴിഞ്ഞ 3 കൊല്ലമായി തെരഞ്ഞെടുത്തത് നമ്മുടെ വയനാട്ടിലെ 3 സംഘങ്ങളാണ്. ദീപ്തിഗിരി സംഘം ആദ്യം 2ാം സ്ഥാനം കിട്ടിയെങ്കിൽ അതിനുശേഷം മാനന്തവാടി എന്നുള്ള സംഘം 1ാം സ്ഥാനവും അതിനുശേഷം പുൽപ്പള്ളി സംഘം 1ാം സ്ഥാനവും ആയി നിൽക്കുകയാണ്. അപ്പൊ നാളെ ഈ വർഷത്തെ ഡോക്ടർ വർഗീസ് കുര്യൻ ഏറ്റവും നല്ല സംഘത്തിനുള്ള അവാർഡ് നാളെയാണ് പ്രഖ്യാപിക്കുന്നത്. ആർക്കാ കിട്ടുക എന്നറിയില്ല. അപ്പൊ തുടർച്ചയായി 3 കൊല്ലം രാജ്യത്തെ 2.5 ലക്ഷം പ്രാഥമിക സംഘങ്ങളിൽ മികച്ച സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ സംഘങ്ങളാണ്. പാലിന്റെ ഗുണനിലവാരത്തിൽ രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും അണുഗുണനിലവാരമുള്ള പാല് നമ്മളെ മിൽമയുടെയാണെന്നാണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കമ്പനിക്കയിൽ പറയുന്നത്. അണുഗുണ നിലവാരമുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള പാല്. മിൽമ MD ആസിഫ് K. യൂസഫ്, മാനേജർ P. ശ്രീകുമാർ, ഏരിയ മാനേജർ PS. മുരുകൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പര്യടനം നടത്തുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥയ്ക്ക് പട്ടാമ്പിയിലും കൊപ്പത്തും സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മീരാഭായാണ് ജാഥ ക്യാപ്റ്റൻ. സിഇ സ്കോറിംഗ് ശാസ്ത്രീയമാക്കുക, പഠനം മെച്ചമാക്കാൻ മൂല്യനിർണ്ണയത്തെ ഉപയോഗപ്പെടുത്തുക, ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവ് മെച്ചപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥ പര്യടനം നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടങ്ങി. പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പി വിജയകുമാർ അധ്യക്ഷനായി. എം വി മധു ജാഥ വിശദീകരണം നടത്തി. എ പി ശശി, സി പി ചിത്ര, സത്യൻ, പി ടി രാഗേഷ്, പി ടി രാമചന്ദ്രൻ, കൃഷ്ണനുണ്ണി, മീര, എം ആർ ആതിര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സംഭാൽ മസ്ജിദിലെ അനധികൃത സർവേക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കളെ വെടിവെച്ചു കൊന്ന ഉത്തർപ്രദേശ് പോലീസ് നടപടിക്കെതിരെ SDPI ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KT അലവി പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി, സെക്രട്ടറി റഹീം, വൈസ് പ്രസിഡന്റ് ഫൈസൽ, ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ്, മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ ഈ തെരുവിലിറങ്ങാനുണ്ടായ സാഹചര്യം വാർത്താമാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ സംഘപരിവാരം കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. രാജ്യത്ത് വർഷങ്ങളായി മുസ്ലിം സമുദായം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെ അവകാശവാദം ഉന്നയിക്കുക. UPയിലെ സാംബാൽ ഷാഹി മസ്ജിദ് അത് ഹരിഹര ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാദേശിക കോടതിയിൽ സംഘപരിവാരത്തിന്റെ ആളുകൾ പരാതി കൊടുക്കുന്നു. എന്നിട്ട് കോടതി അവിടെ ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തിന് സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകുകയും അത്തരം ഒരു സർവേക്ക് വേണ്ടി വന്ന അധികാരികളെ, ആ പ്രദേശത്തെ പൗരന്മാര്, വിശ്വാസികള് അതിനെതിരെ പ്രതിഷേധമുയർത്തിയപ്പോൾ അവർക്കെതിരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും അങ്ങനെ വെടിവെപ്പ് നടത്തുകയും ചെയ്ത് 3 മുസ്ലിം യുവാക്കള് നവേദ്, നഈം, മുഹമ്മദ്, ബിലാൽ അൻസാരി എന്നീ 3 മുസ്ലിം യുവാക്കള് ഇന്ന് പോലീസിന്റെ വെടിവെപ്പില് UPയുടെ മണ്ണില് പിടഞ്ഞു വീണിരിക്കുകയാണ്. ദേശമംഗലത്ത് വർക്ക്ഷോപ്പിൽ മോഷണം, വാഹനഭാഗങ്ങൾ ഊരിയെടുത്ത നിലയിൽ. മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെയോടെ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലം വില്ലേജ് ഓഫീസിന് സമീപം ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോർ കെയർ എന്ന വർക്ക്ഷോപ്പിലാണ് ഞായറാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നത്. ഞായറാഴ്ച വർക്ക്ഷോപ്പ് പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ രാവിലെ വർക്ക്ഷോപ്പിന് മുന്നിലൂടെ പോയ ഹുസൈൻ സ്ഥാപനത്തിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ പിൻചക്രം നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. രാവിലെ ഞായറാഴ്ച ഞങ്ങൾ കട മുടക്കാണ്. അപ്പോൾ രാവിലെ ഈ വഴിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പാർട്സ് മിസ്സായി മനസ്സിലായി. എന്നിട്ട് CCTV ചെക്ക് ചെയ്തപ്പോഴാണ് അവർ മോഷ്ടിച്ച് പോണത് വ്യക്തമാവുന്നത്. അത് CCTVയിൽ പതിഞ്ഞുണ്ട്. മോഷ്ടാവ് വാഹനത്തിന്റെ പിൻചക്രവും പെട്രോൾ ടാങ്കും മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. SDPI ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കുളപ്പുള്ളിയിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുളപ്പുള്ളി KMIC ഹാളിൽ നടന്ന പരിശീലന പരിപാടി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. SDPI ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ 2024 മുതൽ 2027 വരെ ബ്രാഞ്ച് മുതൽ മണ്ഡലം തലത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വങ്ങൾക്കായി ലീഡ് 1 എന്ന പേരിലാണ് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കുളപ്പുള്ളി KMIC ഹാളിൽ നടന്ന പരിശീലന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. SDPI നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റഹീം വീട്ടിക്കാട് സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി KT അലവി, വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പി, ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ, പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം ഹംസ മാസ്റ്റർ എന്നിവർ ക്ലാസ് എടുത്തു.
ജില്ലാ കമ്മിറ്റി അംഗം ഹംസ ചളവറ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി, ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, ട്രഷറർ സാഫിർ മോളൂർ, നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം റഫീഖ് പാവുക്കോണം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വൃക്കയിലും കരളിലും പഴുപ്പ് ബാധിച്ച് ചികിത്സയ്ക്കായി കാരുണ്യമതികളുടെ സഹായം തേടുകയാണ് അമ്പലപ്പാറ പുലാപ്പറ്റശ്ശേരി സ്വദേശിനി അജിത. രോഗദുരിതത്തിനൊപ്പം അജിതയുടെ വീടും ജപ്തി ഭീഷണിയിലാണ്. വേദന കടിച്ചമർത്തി ജീവിതം മുന്നോട്ട് നീക്കാൻ പെടാപ്പാടുപെടുകയാണ് പുലാപ്പറ്റശ്ശേരി ചോലപ്പള്ളിയാലിൽ വീട്ടിൽ 36-കാരിയായ അജിത. 2 വർഷം മുമ്പ് വരെ കൂലിവേല ചെയ്ത് അമ്മയുമൊത്ത ജീവിതം മുന്നോട്ട് നീക്കിയിരുന്ന അജിതയുടെ വലതുകാലിന് പെട്ടെന്നൊരു ദിവസമാണ് കഠിനമായ വേദന തുടങ്ങിയത്. പല സ്ഥലങ്ങളിലും ചികിത്സ തേടിയെങ്കിലും ശാശ്വത പരിഹാരമായില്ല. 5 മാസം മുമ്പ് കാലിൽ പഴുപ്പ് വന്ന് വീർക്കുന്ന സ്ഥിതിയുണ്ടായി. തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പഴുപ്പ് എടുത്തു കളഞ്ഞു. രക്തം പരിശോധിച്ചപ്പോൾ പഴുപ്പ് വൃക്കയെയും കരളിനെയും വരെ ബാധിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ വയ്യാണ്ടായിട്ട് ഇപ്പോൾ തീരെ കടപ്പലായിട്ട് 5-6 മാസമായി. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പോൾ ഈ തരത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കണം. വീടൊക്കെ ജപ്തിയാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് ഒരു സഹായത്തിന് ആളില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പറയണത്. അങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. എന്നാൽ അറിയുമ്പോൾ ഞാൻ പറയുകയാണ്. ആൾക്ക് നടക്കാനാവുന്നവരെങ്കിലും ഒരു സഹായം ചെയ്ത് തന്നാൽ നല്ലത്. പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് അജിതയ്ക്കിപ്പോൾ. അസുഖത്തിന് പുറമെ വീടും സ്ഥലവും ജപ്തി ഭീഷണിയിലുമാണ്. 2 ചേച്ചിമാരുടെയും നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഈ കുടുംബം ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത്. എനിക്ക് തീരെ വയ്യ. ആരെങ്കിലും ഒന്ന് സഹായിക്കണം. ആശുപത്രിക്ക് പോകാൻ കാശില്ല. കാശില്ല, വീട്ടിൽ കിടക്കണം. സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ അജിതയ്ക്കും കുടുംബത്തിനും ഇനിയൊരു ജീവിതമുണ്ടാകൂ. നല്ല മനസ്സുകളുടെ കനിവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ അകലൂർ അടങ്ങൽക്കുളം ചണ്ടി നിറഞ്ഞ് നശിക്കുന്നു. 2 ഏക്കറോളം വരുന്ന കുളമാണ് കാര്യമായ പരിപാലനമില്ലാതായതോടെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. പ്രദേശത്തെ നിരവധി കുടുംബാംഗങ്ങളുടെ ആശ്രയമായിരുന്ന കുളത്തിൽ നിലവിൽ ആരും തന്നെ കുളിക്കാനെത്തുന്നില്ല. ചണ്ടി മൂടിയതോടെ കുളക്കടവ് പോലും കാണാനാകാത്ത അവസ്ഥയാണ്. കൂടാതെ ഇവിടെ കുളിച്ചിരുന്നവർക്ക് ചൊറിച്ചിൽ മുതലായ അസുഖങ്ങൾ ഉണ്ടായതായും പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കുളം വിസ്മൃതിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ്. നേരത്തെ വിദൂരങ്ങളിൽ നിന്ന് പോലും കുളിക്കാനായി ആളുകൾ എത്തിയിരുന്ന, വേനലിൽ പോലും വെള്ളം പറ്റാത്ത കുളമാണിത്. 1 വർഷം മുൻപാണ് പ്രേംകുമാർ MLA അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചത്. എന്നാൽ കുളത്തിന്റെ നവീകരണത്തിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. കാര്യക്ഷമമായ പരിപാലനമില്ലാതായതോടെ കുളം നശിച്ചു പോകുന്നതോടൊപ്പം പ്രദേശത്ത് ജലക്ഷാമവും രൂക്ഷമാകും. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് കുളം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പറ്റുന്നില്ല. ഞങ്ങൾക്ക് നേരാക്കി കിട്ടാനുള്ള സൗകര്യങ്ങൾ എന്താ ചെയ്തു തരണമെന്ന് അതേ നമുക്ക് പറയാനുള്ളൂ. എത്ര കാലമായി? ഒരുപാട് ഒരു 3-5 കൊല്ലത്തിന്റെ ഉള്ളിലാണ്. ഇവിടെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു കുളിക്കുന്നത്? അതെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് കുളിക്കലും എല്ലാവരും ഇവിടുന്ന് ഒരുപാട് ജനങ്ങളെ ഇവിടെ തന്നെ കുളിക്കല്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തിങ്കളാഴ്ച സാക്ഷ്യം വഹിച്ചത് അത്യന്തം നാടകീയ നിമിഷങ്ങൾക്കായിരുന്നു. അപ്രതീക്ഷിതമായി ആളൊഴിഞ്ഞ കരുതൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും നിമിഷനേരം കൊണ്ട് റെയിൽവേ, RPF, മെഡിക്കൽ ടീം അംഗങ്ങൾ, ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് തുടങ്ങിയവർ സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തുന്നതും കണ്ട് പരിഭ്രാന്തിയിലായിരുന്നു യാത്രക്കാർ. തുടർന്ന് ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ. ഒടുവിൽ സസ്പെൻസിന് വിരാമമിട്ട് നടന്നത് മോക്ക് ഡ്രില്ലിലാണെന്ന് ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചപ്പോഴും സ്റ്റേഷനിൽ കണ്ട കാഴ്ചയുടെ ഞെട്ടലിൽ തന്നെയായിരുന്നു യാത്രക്കാർ. രാജ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ ഷൊർണൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ NFG 3 വിഭാഗത്തിലെ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും ഉയർന്നത് വലിയ ഭീതിയും ആശങ്കയും. തിങ്കളാഴ്ച കാലത്ത് 9 മണിയോടെയാണ് സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ കരുതൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ട്രാക്കിന്റെ 2 സൈഡിലേക്ക് മാറി നിന്നാൽ NDRFിനും ആവശ്യമില്ല.
ഓടുന്ന ട്രെയിൻ നിർത്തിയിട്ട മറ്റൊരു ട്രെയിനിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇതോടെ 2 ബോഗികൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇടിച്ചു കയറി. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപായ സൈറൻ മുഴങ്ങിയതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വാഹനങ്ങൾ സൈറൻ മുഴക്കി സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തി. റെയിൽവേ RPF, മെഡിക്കൽ ടീം അംഗങ്ങൾ, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, പോലീസ്, റവന്യൂ, NDRF, സിവിൽ ഡിഫൻസ് എന്നിവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. ഇതോടെ ജനം പരിഭ്രാന്തിയുടെ മുൾമുനയിലായി. പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെടുത്ത യാത്രക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വടം കെട്ടി തടഞ്ഞു. ഏറെ നേരം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ നടന്നത് മോക്ക് ഡ്രില്ലാണെന്ന് ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചപ്പോഴും സ്റ്റേഷനിൽ കണ്ട കാഴ്ചയുടെ ഞെട്ടലിൽ തന്നെയായിരുന്നു യാത്രക്കാർ. പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായാൽ ജീവനക്കാരും രക്ഷാസേനകളും എന്തെല്ലാം ചെയ്യണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ബോധവൽക്കരിക്കുക ലക്ഷ്യമിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. 200ഓളം ഉദ്യോഗസ്ഥരാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായത്. കൃത്യതയും കുറ്റമറ്റതുമായ പ്രവർത്തനങ്ങൾക്ക് DRM അരുൺകുമാർ ചതുർവേദി, ADRM F ജയകൃഷ്ണൻ, വിവിധ ഓഫീസർമാരായ A സുരേഷ്, ബെന്നി വർഗീസ്, പ്രദീപ് ചന്ദ്രശേഖർ, CS രാജൻ, C മുരളീധരൻ, നവീൻ പ്രസാദ്, V അനൂപ്, ഫെബിൻ ഫിലിപ്പ്, സന്ദീപ് ജോസഫ്, വിനോദ് കുമാർ, അളകര സ്വാമി, ഗണേശമൂർത്തി, KS ആറുമുഖൻ, അരുൺ തോമസ് കളത്തിങ്കൽ, അൻഷുൻ ഭാരതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ ഉറുദു കലോത്സവത്തിലും അറബിക് കലോത്സവത്തിലും അഗ്രിഗേറ്റ് നേടിയ പഴയ ലക്കിടി GSBS സ്കൂളിലെ വിദ്യാർത്ഥികളെ PTA നേതൃത്വത്തിൽ അനുമോദിച്ചു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സംസ്കാരത്തെ പ്രതിഫലിക്കുന്നതാണ് നമ്മുടെ ഭാഷ. മോശമായ രീതിയിൽ മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ സാധാരണ പറയും കണ്ടില്ലേ, ഓരോരുത്തരും ഓരോരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് സംസാരിക്കുക എന്നെല്ലാം പറയുന്നത്. ലോകത്തെ എല്ലാ ഭാഷകളും എന്തിനു വേണ്ടിയാണ്? ആശയവിനിമയത്തിന് വേണ്ടിയാണ്. ഉപജില്ലയിൽ ഉറുദുവിന് 1ാം സ്ഥാനവും അറബിക് കലോത്സവത്തിൽ 3ാം സ്ഥാനവും നേടിയിരുന്നു. അഗ്രിഗേറ്റ് നേടിയ ടീമിന് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ട്രോഫി സമ്മാനിച്ചു. ഉപജില്ലയിൽ മികച്ച നേട്ടം കൈവരിക്കാനായ വിദ്യാർത്ഥികളെയും നേതൃത്വം നൽകിയ PTA കമ്മിറ്റിയെയും പ്രധാന അധ്യാപികയെയും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി അധ്യക്ഷനായി. വാർഡംഗം K സുഹറ, PTA പ്രസിഡന്റ് K ഫൈസൽ, MPTA പ്രസിഡന്റ് റുബീന, SMC ചെയർമാൻ PC സലാം, ഷുഹൈബ് തങ്ങൾ, സനീഷ്, സക്കീർ, ഹബീബ എന്നിവർ സംസാരിച്ചു. PTA ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക AR നിഷ സ്വാഗതവും സീനിയർ അധ്യാപിക KA ഷീജ നന്ദിയും പറഞ്ഞു. PTA കമ്മിറ്റിയും സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ് വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ സ്പോൺസർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ മണ്ഡല മാസാചരണ പരിപാടികൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം ചുറ്റുവിളക്കും കല്ലിപ്പാടം ഇരട്ടമ്പലം ശാസ്താ ഭജന സംഘത്തിന്റെ ഭജനയുമുണ്ടായിരുന്നു. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ മണ്ഡല മാസാചരണത്തിന്റെ ഭാഗമായാണ് ചുറ്റുവിളക്കും കല്ലിപ്പാടം ശാസ്താ ഭജന സംഘത്തിന്റെ ഭജനയും അരങ്ങേറിയത്. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്ഷണവും പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി കൂക്കമ്പാറ പരമേശ്വരൻ നമ്പൂതിരി ഉപഹാരങ്ങൾ നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, T മുരളീധരൻ, P ജയൻ, PC നിധീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തിവരുന്ന കൊപ്പം JCയുടെ 2025 വർഷത്തെ ഇൻസ്റ്റലേഷൻ സെറിമണി നവംബർ 27 നടക്കും. പട്ടാമ്പി ഇവാനിയ ഗാർഡൻ കോൺഫറൻസ് ഹാളിൽ വൈകുന്നേരം 6:30 നടക്കുന്ന പരിപാടിയിൽ JCയുടെ 11ാമത് പ്രസിഡന്റായി PTM മുസ്തഫ സ്ഥാനമേൽക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
വർഷങ്ങളായി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും മെഡിക്കൽ ക്യാമ്പുകൾ, ഭിന്നശേഷി പ്രൊജക്റ്റുകൾ തുടങ്ങി ഒട്ടനവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് JCIക്കൊപ്പം മേഖലയിൽ നടത്തിവരുന്നത്. നവംബർ 27 നടക്കുന്ന ചടങ്ങിൽ 2025 വർഷത്തെ പ്രസിഡന്റായി VTM മുസ്തഫയും സെക്രട്ടറിയായി റഹ്മാൻ റാവലും ട്രഷററായി ഷാനിറും സ്ഥാനമേൽക്കും. ചടങ്ങിൽ ഫിലിപ്പ് മമ്പാട്, സോൺ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും. പുതിയ JCI മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും ചടങ്ങിൽ നടക്കും. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന ഒരു പ്രസ്ഥാനമാണ്. ലോകത്ത് 100 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു യുവജന കൂട്ടായ്മയാണ്. ലോകത്തെ യുവതീ-യുവാക്കളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ഈ പറഞ്ഞ യുവാക്കളെ ലീഡർഷിപ്പുള്ള നല്ല പൗരന്മാരാക്കി മാറ്റുക. അതിലൂടെ ആ വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനുമെല്ലാം അവരുടെ ഗുണം ലഭിക്കുക എന്ന വലിയൊരു സതുദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് വിവിധ ഭാഗങ്ങളിൽ വിവിധ ചാപ്റ്ററുകളായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 11 വർഷമായി ഒപ്പത്തും JCI വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷം JCIയുടെ മറ്റൊരു പ്രത്യേകത, എല്ലാ വർഷവും ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ വർഷം 2024 നിലവിൽ പ്രസിഡന്റായി ഞാനും എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സെക്രട്ടറി ആയിട്ടുള്ള നില മുസ്തഫയും അടങ്ങുന്ന ടീമും 2024 അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ JCI പ്രസിഡന്റ് ഷിഹാബ് ഷിബു, നിയുക്ത പ്രസിഡന്റ് VTM മുസ്തഫ, നിയുക്ത സെക്രട്ടറി റഹ്മാൻ റാവൽ, ട്രഷറർ ഷാനിർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പുലാച്ചിത്രയിൽ നിർമ്മിച്ച SKK സ്പോർട്സ് അക്കാദമി ബാഡ്മിന്റൺ കോർട്ട് 30 വൈകിട്ട് 3 മണിക്ക് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ആധുനിക രീതിയിൽ 4 വുഡൻ ബാഡ്മിന്റൺ കോർട്ടുകളാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അക്കാദമി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തർദേശീയ നിലവാരമുള്ള ബാഡ്മിന്റൺ അക്കാദമിയായി ഉയർത്തുക, അന്തർദേശീയ കോച്ചുകളുടെ സേവനം ലഭ്യമാക്കുക, ദേശീയ അന്തർദേശീയ കളിക്കാരെ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് അക്കാദമിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ ഭാര്യ KK ശൈലജയുടെ സ്മരണാർത്ഥമാണ് സംരംഭം തുടങ്ങുന്നതെന്ന് കിഷോർ മേനോൻ പറഞ്ഞു. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു ശൈലജ. വാണിയംകുളത്ത് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്പോർട്സ് അക്കാഡമിയുടെ പ്രവർത്തനത്തിലാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസായിട്ട് ഒരു ബാഡ്മിൻ്റൺ അരങ്ങാണ് ഈ വരുന്ന 30-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട കേരള സ്പോർട്സ് മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. നാടിന് സമർപ്പിക്കുന്നത് എൻ്റെ ഒരു വൈഫിൻ്റെ മെമ്മറി കൂടിയാണ്. വാണിയംകുളത്ത് TRK ഹൈസ്കൂളിൽ ശൈലജ ടീച്ചർ ഒരു അൺടൈമിൽ ലോസായിരുന്നു. അതിൻ്റെ ഒരു സ്മൃതി പങ്കിടുകയാണ്. SKK സ്പോർട്സ് അക്കാദമി രക്ഷാധികാരി കിഷോർ മേനോനൊപ്പം K ജയറാം, K പ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ട് BJPയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിറകെ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി. 8ഓളം BJP കൌൺസിലർമാർക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് താൻ പരാതി നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് C കൃഷ്ണകുമാർ. SYS മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ സ്വീകരണം. പൌരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ മനുഷ്യപക്ഷത്തു നിന്ന് നേരിടണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. അസ്വസ്ഥ മനസ്സുകളെ യോജിപ്പിക്കുന്നതിൽ മാനവ സഞ്ചാരത്തിന് വലിയ പങ്കുവഹിക്കാൻ കഴിയും. സാന്ത്വനത്തിന്റെ SYS പ്രവർത്തനം ചൂരൽമലയിൽ താൻ നേരിട്ട് മനസ്സിലാക്കിയതാണെന്നും മന്ത്രി. മണ്ണൂർ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിൽ അപാകതയാരോപിച്ച് കോൺഗ്രസ്. വാർഡ് വിഭജനത്തിൽ നടന്നത് LDF BJP ഡീൽ. ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിശ്ചയിച്ചതിൽ വലിയ പാളിച്ചയെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. തൃശൂർ ആമ്പക്കാട് പള്ളി പെരുന്നാളിനിടെ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നൃത്തം ചെയ്ത യുവാവ് ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. പോലീസിനെ തടഞ്ഞതിനും ആക്രമിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ 4 പേർക്ക് പരിക്ക്. നടപടി സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതിനെന്ന് പോലീസ്. ദേശമംഗലത്ത് വർക്ക്ഷോപ്പിൽ കവർച്ച. വാഹനഭാഗങ്ങൾ ഊരിയെടുത്ത നിലയിൽ. ഞായറാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്.
പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണി. 7 ലക്ഷം ലിറ്റർ പാൽ പുറത്തുനിന്ന് വാങ്ങിയാണ് മിൽമ ഇപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നതെന്നും KS മണി. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനാഘോഷം 26-ന് പാലക്കാട്ട്. ഷൊർണൂരിൽ പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവം തുടരുന്നു. 3-ാം ദിനത്തിൽ പ്രേക്ഷക പ്രശംസ നേടി കോഴിക്കോട് സങ്കീർത്തനയുടെ വെളിച്ചം. നാളെ കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.